ഭരതൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി, സരിത എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി പുറത്തിറങ്ങിയ ചിത്രമാണ് കാതോട് കാതോരം. അധികമാർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സംവിധായകൻ കൂടിയായ ഭരതൻ തന്നെയാണ്. ചിത്രത്തിലെ ബാക്കി ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഔസേപ്പച്ചൻ ആയതുകൊണ്ടാവാം ഈ വിവരം അധികമാരും അറിയാതെ പോയത്. ഒരേ സമയം ചിത്രകലയിലും സംഗീതത്തിലും അപാര കഴിവും അറിവും ഒക്കെയുണ്ടായിരുന്ന അതുല്യ കലാകാരനായിരുന്നു ഭരതൻ. കാതോട് കാതോരം എന്ന ടൈറ്റിലിന് പ്രചോദനമായത് പ്രശസ്തമായ മറ്റൊരു ഗാനമാണ് എന്നതാണ് കൗതുകകരമായ മറ്റൊരു കാര്യം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ ബിച്ചു തിരുമല രചന നിർവഹിച്ച മിഴിയോരം നനഞ്ഞൊഴുകും എന്ന ആ ഗാനം കേട്ടിട്ടാണ് തിരക്കഥാകൃത്ത് ജോൺ പോളിന് മിഴിയോരമാവാം അല്ലെങ്കിൽ കാതോരം എന്നുമാവാമല്ലോ എന്നൊരു ചിന്ത ഉണ്ടാവുന്നത്. ഇക്കാര്യം ഭരതനുമായി പങ്കുവെച്ച ജോൺ പോൾ സിനിമയുടെ ടൈറ്റിൽ കാതോട് കാതോരം എന്നായാലോ എന്ന് ചോദിക്കുകയായിരുന്നു. ഭരതൻ ആ പേര് നന്നായി ഇഷ്ടപ്പെട്ടു. ഈ സിനിമയിൽ ഗാനരചന നിർവഹിക്കാനായി ONV കുറുപ്പിനെ സമീപിക്കുന്നു. ഈ ടൈറ്റിൽ വളരെയേറെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹം ഇതേ പേര് ചേർത്ത് തന്നെ ഒരു ഗാനം രചിക്കുന്നു. ആ ഗാനം സാക്ഷാൽ ഭരതൻ തന്നെ സംഗീത സംവിധാനം ചെയ്യുന്നു. ലതിക എന്ന ഗായികയുടെ അതുല്യമായ ആലാപന ശൈലി കൊണ്ട് ആ ഗാനം മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുന്നു. എന്നാൽ ഇന്നും ഈ ഗാനം പാടിയത് ലതികയാണോ, സംഗീതം പകർന്നത് ഭരതൻ തന്നെയാണോ എന്ന് അധികമാർക്കും അറിയില്ല. അരിയ പാൽമണികൾ കുറുകി നെന്മണിതൻ കുലകൾ വെയിലിലുരേ കുളിരു പെയ്തിനിയ കുഴലുമോദീനി കുറുമൊഴി ഇതിലെ വാ കാച്ചിക്കുറുക്കിയ പോലെ